നമസ്കാരം. ഭാരത് ലീവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് നാളുകളായി തെരഞ്ഞെടുപ്പ് എടുത്തതോടെ പിണറായി വിജയൻ തന്റെ ഇമേജ് വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിലാണ്. അതിനായാണ് ഭരണത്തിന്റെ നല്ല വശങ്ങൾ എന്ന് പിണറായി വിജയനെ കുറ്റം പറയുന്നതാണ്, നമ്മളാരും പറയുന്നതല്ല. അത് പൊതുജനങ്ങളുടെ ഇടയിൽ കൊണ്ടുവരാനും അവിടെ പോപ്പുലറൈസ് ചെയ്യാനും ഒക്കെയാണ് പിണറായി വിജയൻ നവകേരള യാത്ര നടത്തിയത്. എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് ഐഡന്റിഫൈ ചെയ്യുക, അതിന് നടപടി ഉണ്ടാക്കുക, അതിനെന്താണ് പ്രശ്നങ്ങളെന്ന് അതിനെ അഡ്രസ് ചെയ്യുകയും ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കോടികൾ മുടക്കി ഒരു പൈസയും ഖജനാവിലില്ലാത്തപ്പോൾ വലിയ ധൂർത്ത് യാത്ര നടത്തിയത്. ഏതായാലും ഇത്തരത്തിലൊരു ധൂർത്ത് യാത്ര നടത്തിയതിന് പിന്നീട് മുഖാമുഖം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. കേരളത്തിലെ സ്ത്രീകളുടെ ഉന്നമനത്തിനായി സ്ത്രീകളെ വെച്ച് മുഖാമുഖം നടത്തുന്നു, അതുപോലെ തന്നെ ആദിവാസി ദളിത് വിഭാഗങ്ങളെ വെച്ച് മുഖാമുഖം നടത്തുന്നു. അങ്ങനെ സാംസ്കാരിക പ്രവർത്തകരുടെ മുഖാമുഖമായിരുന്നു ഇന്നലെ നടന്നത്. ഏതായാലും ആദിവാസി ദളിത് വിഭാഗങ്ങളുടെ ആ മുഖാമുഖത്തോടുകൂടി തന്നെ പിണറായി വിജയന്റെ കള്ളത്തരങ്ങൾ മുഴുവൻ അഴിഞ്ഞു വീടിരിക്കുന്നു മനസ്സിലാക്കാൻ സാധിക്കും. ആദിവാസി ദളിത് വിഭാഗങ്ങളുടെ ആ മുഖാമുഖം നടന്ന ദിവസം അവിടുത്തെ മാധ്യമപ്രവർത്തകരെ എല്ലാം കടക്കുപുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്താക്കുകയായിരുന്നു. അതായത് ആദിവാസി ദളിത് വിഭാഗങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണെന്ന് നമുക്കറിയാം. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവരെ അലട്ടുന്നുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നാൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ചെയ്തതൊക്കെ തിരിച്ചടിയാകുമെന്ന് പിണറായി വിജയന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ ഉടനെ മാധ്യമപ്രവർത്തകർ ക്ഷണിച്ചു വരുത്തിയവരൊഴികെ ബാക്കിയുള്ളവരെല്ലാം പുറത്തു പോകണമെന്ന് അവതാരകൻ പറഞ്ഞപ്പോൾ ക്ഷണിച്ചു വരുത്തിയവർ മാത്രമല്ല മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ പുറത്തു പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ദേശാഭിമാനിക്കാരനെ മാത്രം അകത്തിരുത്തിക്കൊണ്ട് ബാക്കിയുള്ളവരെ എല്ലാം പുറത്താക്കുകയായിരുന്നു. ദേശാഭിമാനിക്കാർ എന്ത് കേട്ടാലും കുഴപ്പമില്ല, അവരെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ എന്ത് പറഞ്ഞാലും അത് എഴുതുക എന്നുള്ളതിനപ്പുറത്തേക്ക് അവർക്ക് മറ്റു പണികളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അത് മാത്രം അവർക്ക് മാത്രം ദേശാഭിമാനിക്കാർക്ക് മാത്രം കേൾക്കാൻ പാകത്തിൽ മറ്റുള്ള മാധ്യമങ്ങളെയെല്ലാം ചവിട്ടി പുറത്താക്കിയിരുന്നു. ഏതായാലും കുറ്റം പറയുന്നല്ലോ, കേരളത്തിലൊരു മാധ്യമ പ്രവർത്തക സംഘടനയുണ്ട്, കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ്. ഒരക്ഷരം കമാന്ന് ഉരിയാടാനുള്ള ശേഷിയില്ലാത്ത സംഘടന. പ്രത്യേകിച്ച് പിണറായി വിജയന്റെ കാര്യത്തിലാണെങ്കിൽ മുട്ടുകുറയ്ക്കുന്ന സംഘടന. CPM-ന്റെ കാര്യം വന്നാൽ മിണ്ടാതിരിക്കുന്ന സംഘടന. ഈ സംഘടന മാധ്യമപ്രവർത്തകരുടെ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ ഒന്നും തന്നെ ജനാധിപത്യത്തെക്കുറിച്ചോ ഒന്നും വാചാലമാകുന്നില്ല. എന്നാൽ മറ്റാരുടെയെങ്കിലും കാര്യത്തിൽ, മോദിയുടെ കാര്യത്തിലാണെങ്കിൽ അത് ഒക്കെ പ്രസക്തമാണ്. മോദിയുടെ കാര്യം പറഞ്ഞാൽ ഉടനെ മാധ്യമപ്രവർത്തക സംഘടന ഉണരും, ഉടനെ തന്നെ വലിയ രീതിയിലുള്ള ഗോഗോ വിളികൾ ഉണ്ടാകും. പക്ഷെ പിണറായി വിജയന്റെ കാര്യം വരുമ്പോൾ മിണ്ടാൻ അവർക്ക് പേടിയാണ്. പിണറായി വിജയൻ ഇരിക്കാൻ പറഞ്ഞാൽ മുട്ടിലിഴയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും ഇന്നലെ അതിനും വലിയ രസകരമായ സംഭവം ഉണ്ടായി. ഇന്നലെ സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മ, സാംസ്കാരിക പ്രവർത്തകരുടെ യോഗം വിളിച്ചപ്പോ അതിൽ മുഖാമുഖം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഷിബു ചക്രവർത്തി KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി ഒരു ചോദ്യം ചോദിച്ചു. ഷിബു ചക്രവർത്തിയുടെ ചോദ്യമേ മുഖ്യമന്ത്രിക്ക് പിടിച്ചില്ല. ഇങ്ങനെ അല്പം അവസരം കിട്ടിയാൽ തലയിൽ കയറി ഇന്ന് നിറങ്ങാനുള്ള അവസരമല്ല ഇതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അപ്പോൾ തന്നെ വേദി വിട്ട് പുറത്തു പോവുകയായിരുന്നു. അതുമാത്രമല്ല, ആദിവാസി ദളിത് വിഭാഗങ്ങളോടുള്ള മുഖാമുഖത്തിലും എഴുതി കൊടുത്ത ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. അതിലും പത്മശ്രീ ജേതാവായ ഒരാളുടെ പ്രതിഷേധം പുറത്തു വന്നിരുന്നു. ഇന്നലെ വന്ന പ്രതിഷേധം ഷിബു ചക്രവർത്തിയുടേതാണ്. ആ പ്രതിഷേധം പുറത്തു വരുമ്പോൾ ഷിബു ചക്രവർത്തി ചോദിക്കുമ്പോൾ തീർച്ചയായും സാംസ്കാരിക പ്രവർത്തകരാണ് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളുടെയൊക്കെ നട്ടല്. പ്രത്യേകിച്ച് ജനാധിപത്യം, മതേതരത്വം ഒക്കെ സംരക്ഷിക്കാൻ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവരാണ്. അതൊക്കെ സംരക്ഷിക്കേണ്ടത് ഇങ്ങനെയുള്ള സാംസ്കാരിക പ്രവർത്തകരുടെയും സിനിമാക്കാരുടെയും ഒക്കെ ചുമതലയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. മാത്രമല്ല അവരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷെ പിണറായി വിജയന്റെ കാര്യം വരുമ്പോൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യമോ ഒന്നും തന്നെ അവർക്കും വേണ്ട. കാരണം കേരളത്തിലെ അവസ്ഥ അങ്ങനെയാണ്. കേരളത്തിൽ CPM ആയാൽ മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന അവസ്ഥ സിനിമാ രംഗത്തും സാംസ്കാരിക രംഗത്തും മാധ്യമ രംഗത്തും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരും കമാന്തരക്ഷരം ഉരിയാടില്ല. ഉരിയാടിപ്പോയാൽ, മിണ്ടിപ്പോയാൽ പിന്നെ തല കാണുന്ന അവസ്ഥയുമില്ല. അത് പേടിച്ചിട്ടാവും ആരും അങ്ങനെ സംസാരിക്കാറുമില്ല. ഏതായാലും ഷിബു ചക്രവർത്തി KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇങ്ങനെയാണോ നിങ്ങൾ ചോദിക്കേണ്ടത്, ഇത് ഒരല്പം സ്വാതന്ത്ര്യം തന്നു എന്ന് വെച്ച് തലയിൽ കയറി നിറങ്ങാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വളരെ ക്ഷുഭിതനായി വേദി വിട്ടു പോകുന്ന പിണറായി വിജയൻ, ആ കാഴ്ചയാണ് പിന്നീട് മാധ്യമങ്ങളും മറ്റും കണ്ടത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട ചില ഓഡിയോ ശകലങ്ങൾ, ചോദ്യവും ഉത്തരവുമായി ബന്ധപ്പെട്ട ചില ഓഡിയോ ശകലങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇതാണോ പിണറായി വിജയന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം? പിണറായി വിജയൻ എന്തിനാണ് ഇത്ര ഭയക്കുന്നത്? ആരെയാണ് പിണറായി വിജയൻ ഭയക്കുന്നത്? കേരളത്തിലെ സർക്കാരിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. ശക്തമായ ഒരു പ്രതിപക്ഷമില്ലാത്തത് കൊണ്ട് മാത്രം കഴിഞ്ഞ തവണയും തെരഞ്ഞെടുപ്പിൽ വന്ന ഇടതുപക്ഷ സർക്കാർ ഇത്തവണയും ഒരുപക്ഷെ ഇടതുപക്ഷ സർക്കാർ തന്നെയാവും വരിക. കാരണം കേരളത്തിലെ പ്രതിപക്ഷത്തിന് നമുക്കറിയാം, പ്രതിപക്ഷത്തെ അവസ്ഥ നമ്മൾ കാണുന്നതാണ്. സുധാകരൻ സതീശനെ കണ്ടാൽ തെറിവിളിക്കും, സതീശൻ സുധാകരനെ തെറിവിളിക്കും. ഈ അവസ്ഥയാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ കാര്യം. അപ്പോ പ്രതിപക്ഷത്തെ അവസ്ഥ ഇങ്ങനെയാകുമ്പോൾ അത് ഫലപ്രദമായി വിനിയോഗിക്കാൻ BJP-ക്ക് സാധിക്കുന്നുമില്ല. ഇനി അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ തന്നെ CPM-ഉം കോൺഗ്രസും ഒന്നാകും. അങ്ങനെ ഒരു അവസ്ഥയിൽ കേരളത്തിൽ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ മാറ്റം സാധ്യമാവുക
എന്നതിനെ കുറിച്ച് ഇനി ജനങ്ങൾ ഏവരും ചിന്തിച്ചു തുടങ്ങണം. അതായത് ഈ അന്തംഗമികളായ CPM-കാർക്ക് ഒരു സ്വഭാവ സവിശേഷതയുണ്ട്. അവർ അരിവാൾ ചുറ്റിക കണ്ടാൽ അവിടെയല്ലാതെ വേറെ ഒന്നും ചെയ്യില്ല. സ്വന്തം അച്ഛനെ കൊന്നാൽ പോലും അരിവാൾ ചുറ്റിക കണ്ടാൽ അവിടേക്ക് വോട്ട് ചെയ്യുന്നവരാണ് പലരും. നമുക്കറിയാം MV നികേഷ് കുമാർ പോലും അത്തരത്തിൽ വിദ്യാഭ്യാസവും വിവരവും പൊതുരംഗത്തുമുള്ള കാര്യങ്ങൾ അറിയുന്ന വിവരമുള്ള മാധ്യമപ്രവർത്തകനായ MV നികേഷ് കുമാർ പോലും MV രാഘവന് എതിരായി MV രാഘവനെ എങ്ങനെ CPM വേട്ടയാടിയോ അത് എന്നിട്ട് പോലും MV രാഘവന് അത്രയേറെ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ട് പോലും നികേഷിന് ഒരു കുലുക്കവുമില്ല. നികേഷും അന്തം കമ്മിയായി തന്നെ, സത്യത്തിൽ നികേഷിനെയൊക്കെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അന്തം കമ്മി എന്ന് തന്നെ പറയണം, അങ്ങനെ തന്നെ തുടരുകയാണ്. അത്തരത്തിലൊരു അവസ്ഥയിൽ നമുക്കൊരു രാഷ്ട്രീയ മാറ്റം സാധ്യമാകുമോ എന്നറിയില്ല. എന്നിരുന്നാൽ പോലും കേരളത്തിലെ ജനങ്ങൾ CPM-നെ എങ്ങനെയാണ് കാണുന്നത്? കേരളത്തിലെ സകലമാന ജനങ്ങളും ബുദ്ധിമുട്ടിയിരിക്കുന്നു. ഏത് രംഗത്ത് നോക്കിയാലും പണമില്ല 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 എന്ന് ആവർത്തിക്കുന്ന പിണറായി വിജയനെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ പിണറായി വിജയന്റെ മന്ത്രിമാരുടെയും ഒക്കെ ആവശ്യങ്ങൾക്ക് ആവശ്യത്തിന് പണമുണ്ട് താനും. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിണറായി വിജയൻ ഈ നടത്തുന്ന മുഖാമുഖങ്ങളും അഭിമുഖങ്ങളും ഇത്തരത്തിലുള്ള നവകേരള സദസ്സുമൊക്കെ വെറും വ്യാജ പരിപാടിയാണ്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വെറും തന്ത്രം മാത്രമാണ് ഇത്തരം യാത്രകളെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.